بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആത്ത് والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. من يا സഹോദരന്മാരെ സഹോദരികളെ സദസ്യരെ ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ സദാ പാടുപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങൾ നിന്നിട്ട് ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പകർത്താൻ ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സഹായിക്കട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് നാം സംസാരിക്കാൻ തീരുമാനിച്ചത് ഇസ്ലാമിലെ മഹത് വനിതകളെന്ന നമ്മുടെ നേതാക്കളെക്കുറിച്ചാണ്. നാം പല കാലഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിൽ നമ്മുടെ നേതാക്കളെക്കുറിച്ച് ചർച്ച ചെയ്തതായി നമുക്ക് കേട്ട് പരിചയവുമുണ്ട്. മദീനയിൽ പ്രത്യേകിച്ച് താമസിക്കുന്ന കാലയളവിൽ ഈ വിശുദ്ധ നാട്ടിൽ ജീവിച്ചതായ നമ്മുടെ നേതാക്കളായ സഹാബാക്കളും സഹാബിയാത്തുകളും എങ്ങനെയായിരുന്നു ഈ വിശുദ്ധ മതത്തിൽ, ആ മതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആ മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ആ മതത്തെ വ്യാപകമാക്കാൻ വേണ്ടി എങ്ങനെയായിരുന്നു അവർ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പാടുപെട്ടത് എന്നും പരിശ്രമിച്ചത് എന്നും അറിയുക, ഉൾക്കൊള്ളുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി പാടുപെടുക. അതാണ് ഇങ്ങനെയുള്ള നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി നാം പഠിക്കുന്നത് കൊണ്ടും നാം പറയുന്നത് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ ലക്ഷ്യം അതായിരിക്കണം. അത് നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പല ശൈലിയിലായി പറയാറുള്ളതായ ഭാഗമാണ്. എന്തിനാണ് ഫഖസുസിൽ ഖസസ, നിങ്ങൾ അവർക്ക് ചരിത്രത്തെ വിശദീകരിച്ചു കൊടുക്കുക. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കട്ടെ, അവർ ഓർക്കട്ടെ, അവർ പ്രചോദനം ഉൾക്കൊള്ളട്ടെ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചരിത്രം പറഞ്ഞപ്പോഴും ചരിത്രം പറയാൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചപ്പോഴും ഉദ്ദേശിച്ചത്. നാം ഇന്ന് ചർച്ച ചെയ്യുന്നതായ നമ്മുടെ നേതാക്കൾ, സാധാരണ നാം കേൾക്കാറുള്ളത് സഹാബികളെക്കുറിച്ച്, അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്തിലുള്ള മദീന ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് എങ്ങനെയായിരുന്നു അവർ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെട്ടത് എന്നതൊക്കെയായിരുന്നുവല്ലോ. അത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റിപ്പറ്റി ജീവിച്ചവരായ മുമ്പന്മാരായ നമ്മുടെ മുഹാജിറാത്തുകളും അപ്രകാരം തന്നെ അൻസാരിയാത്തുകളും. മുഹാജിറാത്തുകൾ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് നാടും വീടും നാട്ടുകാരും കൂട്ടുകാരെയുമെല്ലാം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഹിജ്റ വന്നവരാണ്, അള്ളാഹുവിൻ്റെ റസൂലിലേക്കും ഹിജ്റ വന്നവരാണ്. അൻസാരിയാത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ മദീനയിൽ വെച്ചിട്ട് സ്വീകരിച്ചവരും അവർക്കുള്ള എല്ലാ ഒത്താശകൾ ചെയ്തു കൊടുത്തവരും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ വിശാലമായ ആ പട്ടിക
അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യുദ്ധങ്ങളും സേവനങ്ങളും ദഅവത്തുകളും എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് മദീന ജീവിതത്തിലൂടെ അവർ ലോകത്തിൻ്റെ മുമ്പിൽ സഹാബാക്കളുടെ മുമ്പിൽ സമർപ്പിച്ചുവോ അതിലെല്ലാം നമ്മുടെ നേതാക്കളായ അൻസാരിയാത്തുകളും പങ്കാളികളായിരുന്നു. അതിൽ പുരുഷന്മാരും സ്ത്രീകളും പരലോകമോക്ഷം നേടുന്ന കാര്യത്തിലും സ്വർഗം സമ്പാദിക്കുന്ന കാര്യത്തിലും തുല്യരാണ് എന്നത് ഇസ്ലാം സ്ഥാപിച്ച ഒരു മഹാതത്വമാണ്. ഇവിടെ മാത്രം പുരുഷന്മാർക്ക് ഒരു ദറജ പദവി കൂടുതലുണ്ട്, അവരുടെ തലപ്പത്ത് ബാധ്യത കൂടുതലുണ്ട് എന്ന് ഖുർആൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് ചെയ്യുന്നതായ അമലിൻ്റെ റിസൾട്ട് എന്നോണം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തുല്യരാണ്. അവിടെ ആസ്വദിക്കുന്നതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്ത് വെച്ചതായ ആ വിശാലമായ രമ്യഹർമ്മ്യങ്ങളിലും പൂന്തോപ്പുകളിലും കൊട്ടാരങ്ങളിലും സ്വർഗീയ ജീവിതത്തിലും അവർ അതിനെയെല്ലാം ഉപയോഗിക്കുന്ന കാര്യത്തിലും അതിലുള്ളതായ ആ പ്രത്യേകതകളെല്ലാം അവർക്ക് ആസ്വദിക്കാൻ ലഭിക്കുന്ന രൂപത്തിലും രീതിയിലുമെല്ലാം വ്യത്യാസമേ ഇല്ല. എല്ലാവർക്കും മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൽക്കർമ്മം ആര് ചെയ്താൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ മുഅ്മിനായും കൊണ്ട് ചെയ്യണം, സത്യവിശ്വാസിയായും കൊണ്ട് ചെയ്യണം. എന്നാൽ നല്ല സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതം ജീവിക്കാൻ അവർക്ക് ഞാൻ ചാൻസ് നൽകുമെന്നും അവർക്ക് തക്കതായ പ്രതിഫലം പരലോകത്തിൽ നൽകുമെന്നും ഖുർആനിൻ്റെ സത്യവാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക എന്ന കാര്യത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്നർത്ഥം. ഇത് നാം മനസ്സിലാക്കുമ്പോൾ ഓരോരുത്തരിലും അർപ്പിക്കപ്പെട്ട, ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, അർപ്പിക്കപ്പെട്ട ബാധ്യത മാത്രമാണ് ഇവിടെ നിർവഹിക്കേണ്ടത്. ആണിനോട് മാത്രം ആവശ്യപ്പെടുന്നതായ ബാധ്യതയിൽ പെണ്ണ് പങ്കുചേരുന്നതല്ല ദുനിയാവിൽ. പെണ്ണിനോട് മാത്രം ആവശ്യപ്പെടുന്നതായ ബാധ്യതയിൽ ആണും പങ്കുചേരുന്നതല്ല ദുനിയാവിൽ. സഹകരിക്കണം, സഹായിക്കണം, പരസ്പരം അത് ചെയ്തു തീർക്കാനെങ്കിലും അതേസമയത്ത് അവരെ മാത്രം ബാധിക്കുന്നത് അവർ മാത്രം ചെയ്താലേ തീരൂ. ഓരോ വിഭാഗത്തിനെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. പരലോകത്തിലേക്ക് എത്തുമ്പോൾ പ്രതിഫലം നേടുന്ന കാര്യത്തിൽ, പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് നാം പറഞ്ഞു വന്നത്. എന്നാൽ നമ്മുടെ നേതാക്കളാകുന്ന സഹാബിയാത്തുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നേതാക്കളിൽ മുൻപന്മാരിലും മുൻപന്തിയിലും നിൽക്കേണ്ടവരാണ് മുഹാജിറാത്തുകൾ. അക്കൂട്ടത്തിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാരാകുന്ന നമ്മുടെ ഉമ്മമാരെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അവർ ലോകത്തിൻ്റെ മുമ്പിൽ മാതൃക നൽകാൻ വേണ്ടി മുൻപിൽ നിൽക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരും അവരാണ്. കാരണം അവരിലൂടെയാണ് ഖുർആനിൻ്റെ വിശദാംശമാകുന്ന സുന്നത്തിനെ ഉമ്മത്ത് മുഹമ്മദ്, അതിലുള്ള സ്ത്രീകൾ പുരുഷന്മാർ മനസ്സിലാക്കിയതും പഠിച്ചതും അതുകൊണ്ട് തന്നെയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ പല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ കല്യാണം കഴിച്ചതിനെക്കുറിച്ചും അവർ കല്യാണം കഴിച്ചപ്പോൾ ബഹുഭാര്യത്വത്തിൽ അവർ കൂടുതൽ സാധാരണ ഉമ്മത്തുകളിൽ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. എങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികതയോടുകൂടി പഠിച്ച സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ തീരെ സംശയം ഉണ്ടാവാൻ പാടില്ല, സംശയം ഇല്ലതാനും. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാനും വ്യാപകമാക്കുവാനും സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങൾ സ്ത്രീകളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുവാനും പുരുഷന്മാരെ ബാധിക്കുന്ന കാര്യങ്ങൾ പുരുഷന്മാരിലൂടെ പഠിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹുവിൻ്റെ വിശാലമായ ഹിക്മത്തിന് വിധേയമായ കാര്യമാണ് അത് എന്നതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ തൻ്റെ ഇടമുള്ള സഹാബാക്കൾ, തൻ്റെ ഇടമുള്ള സഹാബിയാത്തുകൾ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നില്ല. അവരാരും അങ്ങനെയുള്ള സംശയം പറഞ്ഞിട്ടില്ല താനും. ആ സംശയങ്ങൾ 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ നാം കാണുന്നതുമല്ല. പിൻകാലഘട്ടത്തിൽ വന്നവരായ ഓറിയന്റലിസ്റ്റുകാരെ പോലത്തവർ വ്യാപകമാക്കിയതായ കരിഞ്ചന്തകളിൽ പെട്ടതാണ് അത്തരം കാര്യങ്ങളൊക്കെ. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം നമ്മുടെ നേതാക്കളായ മുൻപന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാരടക്കമുള്ള ആ നേതാക്കളിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം പഠിക്കുമ്പോൾ ആ പഠിക്കാൻ വേണ്ടി അനിവാര്യമാണ് അവരുടെ ഹിസ്റ്ററി നാം പഠിച്ചിരിക്കുക.
അവരുടെ കഥനക്കഥകൾ നാം പഠിച്ചിരിക്കുക, അവർ ജീവിച്ച ജീവിതം നാം പഠിച്ചിരിക്കുക. അതൊക്കെ നമ്മുടെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. നാം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്ന വേളയിൽ അത്തരം കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ നാം പരിശ്രമിക്കേണ്ടതാണ്. കാരണം ചെറുപ്പത്തിൽ അവർ കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ അലതല്ലും. അതുകൊണ്ട് തന്നെ അവർ മരണം വരെ മറക്കാതെ രൂപത്തിൽ സൂക്ഷിച്ച് അവർക്ക് സംരക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ പകർത്താൻ അത് സഹായകമാവുകയും ചെയ്യും എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരുടെ ജീവിത രീതിയും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമീപിച്ച സമീപനങ്ങളും അവർ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായ വിശാലമായ സുന്ദരമായ പ്രകാശിക്കുന്ന ആ രംഗങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ തുറിച്ച് കണ്ടത് അത് ശരിക്കും നമ്മുടെ കുട്ടികളിലേക്ക് നാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ പാടുപെടേണ്ടതും ആണ്. അപ്പോൾ കുട്ടികൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നാം ആദ്യം പഠിച്ചിരിക്കണം എന്നർത്ഥം. നമ്മുടെ നേതാവായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. എങ്കിലും റസൂലുള്ളാഹി വഫാത്താകുന്ന വേളയിൽ ഏകദേശം 18 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നു എങ്കിലും പക്ഷേ അവരുടെ ജീവിതം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ എത്രമാത്രം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെട്ടു, അത്രയും ചെറിയ വയസ്സിലൂടെ എന്നത് നാം കാണുമ്പോൾ അത്ഭുതമാണ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അതിബുദ്ധിശാലിയായ ആയിഷയെ അള്ളാഹ് സെലക്ട് ചെയ്തതുപോലെ 47 വർഷം റസൂലുള്ളാഹി വഫാത്തായ ശേഷം ഈ മദീനയിൽ ജീവിച്ചതായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയിലൂടെ ഖുലഫാഉർ റാഷിദീങ്ങളടക്കം, സഹാബാക്കൾ മൊത്തത്തിലല്ല, ഖുലഫാഉർ റാഷിദീങ്ങളടക്കം അവരോട് ഫത്വ ചോദിക്കാറുണ്ടായിരുന്നു, അവരിൽ നിന്നിട്ട് ഇൽമ് ശേഖരിക്കാറുണ്ടായിരുന്നു, അവരിൽ നിന്നിട്ട് വിജ്ഞാനം ഉൾക്കൊള്ളാറുണ്ടായിരുന്നു എന്നത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് മനപ്പാടമിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതുപോലെ എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക അവരുടെ ജീവിതത്തിലൂടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം സഹാബിയാത്തുകൾ എന്നിട്ട് ചിലരുടെ ഹിസ്റ്ററിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവരിൽ മുമ്പന്മാരാണെന്ന് നാം സൂചിപ്പിച്ചതായ നബിയുടെ ഭാര്യമാരിൽ നിന്നിട്ട് ചിലരിലേക്ക് ചെല്ലാം. നമ്മുടെ ഉമ്മമാർ, അവരിൽപ്പെട്ടവരാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. ഉദാഹരണത്തിന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ ആയിഷയെ പോലെ തന്നെ അവരെല്ലാവരും അവരവർക്ക് സ്പെഷ്യലായി ലഭിച്ചതായ കാര്യങ്ങൾ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടായിരുന്നു എന്നാണ്. അവരവർക്ക് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത സ്പെഷ്യലായ പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്നിട്ട് പലർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചതായ കാര്യങ്ങളൊക്കെ അവരങ്ങുമിങ്ങും പറഞ്ഞുകൊണ്ട് അഭിമാനം പറയാറുണ്ടായിരുന്നു എന്നതാണ്. കാരണം അത് അഭിമാനം പറയാൻ മാത്രമുള്ള ഭാഗമാണ്. എന്ത് പരലോകമോക്ഷത്തിന് വേണ്ടി അള്ളാഹു ഭൂമിയിൽ അവർക്ക് നൽകിയതായ സ്പെഷ്യൽ അധികാരങ്ങൾ, സ്പെഷ്യൽ ചാൻസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അതിൽപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു തആല പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്നിട്ട് ആർക്കും തന്നെ വിരിപ്പിൽ വഹി ഇറങ്ങിയിട്ടില്ല. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അവരുടെ മണിയറയിൽ അവരോടൊപ്പം വിരിപ്പിൽ കിടക്കുന്ന സന്ദർഭത്തിൽ വരെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് ഇറങ്ങാറുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാനും അങ്ങനെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ കിടക്കുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിയത് എങ്കിലും ആ അതേ മണിയറയിൽ, അതേ വീട്ടിൽ, ഏത് വീട്? റസൂലുള്ളാഹിൻ്റെ വീട്. അഥവാ റസൂലുള്ളാഹിൻ്റെ ഓരോ ഭാര്യമാർക്ക് ഓരോ കുടിലായിരുന്നു. അപ്പോൾ എൻ്റെ കുടിലിൽ വിരിപ്പിലല്ലെങ്കിലും കട്ടിലല്ലെങ്കിലും എൻ്റെ കുടിലുണ്ടായിരുന്ന സമയത്ത് ഇറങ്ങിയതായ വഹികൾ ഇന്നതൊക്കെയാണ് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാറുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അബൂ ലുബാബയെ കുറിച്ചുള്ളതായ വഹി ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ പറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഉമ്മു സലമ ചോദിക്കുകയുണ്ടായി, ഞാൻ സന്തോഷവാർത്ത നൽകട്ടെ, ഈ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാന്ദർഭോചിതമായിട്ട് ഇന്ന് വിഷയത്തിൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കളയാം ഷോർട്ടായിട്ട്. അബൂ ലുബാബ എന്ന പേരിൽ ഒരു തൂണുണ്ട് മസ്ജിദ് നബിയുടെ അകത്ത്, നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ മദീനവാസികൾക്ക്. ആ തൂണിൻ്റെ മീതെ അബൂ ലുബാബ ഉസ്തുവാനത്തു അബീ ലുബാബ എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം തന്നെ ഉസ്തുവാനത്തി തൗബ എന്നും അതിൻ്റെ മീതെ എഴുതിയിട്ടുണ്ട്. തൗബയുടെ അല്ലെങ്കിൽ അബൂ ലുബാബയുടെ തൂണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അബൂ ലുബാബയുടെ ഹിസ്റ്ററി? അത് ബനൂ ഖുറൈള യുദ്ധത്തിൽ, ബനൂ ഖുറൈള കോട്ട റസൂലുള്ള വളഞ്ഞ സന്ദർഭത്തിൽ, ബനൂ ഖുറൈള ഇവിടെ മദീനയിൽ ഇപ്പോൾ അതേ പേരിലാണ് ബലദിയ
ആ നാട്ടിന് പേര് വെച്ചിട്ടുള്ളത്. അതേ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുക. ആ ബനൂ ഖുറൈള ഏരിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനൂ ഖുറൈളക്കാർ കെട്ടിയതായ കോട്ടയെ വളയാൻ വേണ്ടി പോയി ഖന്ദഖ് യുദ്ധം സമാപിച്ചതായ സന്ദർഭത്തിൽ ഖന്ദഖ് യുദ്ധത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉള്ളതായ ആസൂത്രിത പരിശ്രമം ആ ബനൂ ഖുറൈളക്കാരാണ് യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ടവരായിരുന്നതായ ജൂതന്മാർ വിശ്വാസവഞ്ചന നടത്തിയും കൊണ്ട് ചെയ്തത്. അത് കാരണത്താൽ ആ പരാക്രമികളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങി, നിങ്ങൾ ചെല്ലണം അവരുടെ കോട്ടയിലേക്ക് എന്ന്. അങ്ങനെ അവരുടെ കോട്ടയിലേക്ക് ചെന്ന് കോട്ടയെ വളഞ്ഞു. എത്രയോ ദിവസങ്ങൾ, 10-15ഓളം ദിവസങ്ങൾ റസൂലുള്ളാഹിന്റെ പട്ടാളവും അവരുടെ കോട്ടയെ വളഞ്ഞു. അങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ അവർക്ക് എന്ത് ചെയ്യണം, റിസൾട്ടിലേക്ക് എത്താൻ എങ്ങനെയാണ് സാധിക്കുക, ചർച്ച എങ്ങനെയാണ് മുഹമ്മദുമായി ചെയ്യുക എന്നീ കാര്യത്തിൽ അവർ ചിന്തിക്കുന്ന സന്ദർഭമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അപകടത്തിലാണ്, പ്രയാസത്തിലാണ്, അവരെ കഥ കഴിക്കാനും അവരെ പരാജയപ്പെടുത്താനും മുഹമ്മദ് വന്നിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ അവർക്ക് ഉള്ളതോടൊപ്പം മുസ്ലിം ആവാൻ അവർ തയ്യാറായിട്ടില്ല. അവർ ഇസ്ലാമിനെ അവരുടെ മക്കൾ അറിയും പോലെ അവർക്ക് പരിചയമുണ്ട് എന്ന് ഖുർആനിൽ 2 തവണ അല്ലാഹു മടക്കി പറഞ്ഞിട്ടുണ്ട്. അഹ്ലി കിതാബികൾക്ക് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ പരിചയമുള്ളതുപോലെ ഈ മതം സത്യമതമാണ്. അഥവാ ഈ മുഹമ്മദ് നബി കൊണ്ടുവന്നതും മുഹമ്മദ് നബിയും സത്യത്തിൻ്റെ വക്താവാണ് എന്നതിൽ അവർക്ക് സംശയമേ ഇല്ല. എന്നിട്ട് പോലും അവർ വിശ്വസിക്കാത്തതാണ്. അവരുടെ സ്വന്തം മക്കൾ അറിയും പോലെ ആ മതം സത്യമാണ്, ആ നബി സത്യ ദൂതരാണ് എന്നത് അവർക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും വിശ്വസിക്കാത്തവരായിരുന്നു അവർ. ആ സന്ദർഭത്തിൽ അഥവാ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ ചർച്ചയ്ക്ക് വേണ്ടി ദൂതന്മാരെ റസൂലുള്ളാഹിനോട് അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട കൂട്ടത്തിൽ അബൂലുബാബയെ ആവശ്യപ്പെട്ടു. അങ്ങനെ അബൂലുബാബയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് അയച്ചു. കാരണം അവരുമായിട്ടുള്ള അവരുടെ കഫീലമാരായ, കഫീല എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുന്ന, അവർക്ക് ഹലീഫായിരുന്നതായ ആ കബീലയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് അബൂലുബാബ. അതുകൊണ്ട് അബൂലുബാബയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അബൂലുബാബ അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ തന്നെ ആകാംക്ഷയോടുകൂടി എല്ലാ നേതാക്കളും അവിടെ നിന്ന് തടിച്ചുകൂടി കോട്ടയുടെ അകത്ത് ചോദിച്ചു, മുഹമ്മദ് എന്ത് തീരുമാനിച്ചു ഞങ്ങളെക്കുറിച്ച് എന്ന്. അപ്പോൾ അബൂലുബാബ വ്യക്തമായിട്ട് തൊള്ള കൊണ്ട് പറയുന്നത് ഒന്നായിരുന്നു, കൈകൊണ്ട് ആംഗ്യം കാട്ടി പറയുന്ന മറ്റൊന്നായിരുന്നു. കൈകൊണ്ട് ആംഗ്യം കാട്ടിയത് എന്താണ്? നിങ്ങളെ കൊല്ലാനാണ് തീരുമാനിച്ചത് എന്ന രൂപത്തിലാണ് അദ്ദേഹം കഴുത്തിലേക്ക് കൈവച്ചുകൊണ്ട് ആംഗ്യം കാട്ടിയത്. തൊള്ള കൊണ്ട് പറഞ്ഞത് മറ്റൊന്നാണ്. അങ്ങനെ സംസാരിച്ച ശേഷം മൂപ്പർക്ക് തോന്നി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്ന വ്യക്തിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നിട്ട് വിവരം കിട്ടും എന്ത് സംഭവിച്ചു, എന്ത് ഞാൻ പറഞ്ഞു എന്നതൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തതായ ഈ മഹാപാപം ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത രൂപത്തിൽ അവരുടെ ദൂതരായതോടുകൂടി, അവരുടെ പ്രതിനിധിയായതോടുകൂടി ആ പ്രാതിനിധ്യം വഹിക്കുമ്പോൾ വഞ്ചന കാട്ടാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ വഞ്ചന ചെയ്തു പോയതുകൊണ്ട് ഇനി എങ്ങനെ റസൂലുള്ളാഹിനെ കാണും? റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഞാൻ എന്ത് കാട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഇത് ഓർത്തുകൊണ്ട് അദ്ദേഹം ആ ചെയ്തതായ കുറ്റത്തിന് ശിക്ഷയെന്നോണം മൂപ്പർ റസൂലുള്ളാഹിനെ പോയിട്ട് കാണുന്നതിന് പകരം നേരിട്ട് മസ്ജിദ് നബവിയിൽ വന്നിട്ട് അദ്ദേഹത്തെ ശരീരത്തെ അദ്ദേഹം കെട്ടിയിട്ടു എന്നാണ് ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിഷാമൊക്കെ ചരിത്രഗ്രന്ഥത്തിൽ പറയുന്നത്. അങ്ങനെ കെട്ടിയിട്ട് 6 ദിവസം അദ്ദേഹത്തിനെ ബന്ധനസ്ഥനാക്കിയിരുന്നു എന്നതാണ്. യുദ്ധം കഴിഞ്ഞു, യുദ്ധം സമാപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ തീരുമാനിക്കപ്പെട്ടു. അർശിൻ്റെ മീതെ നിന്ന് ഉണ്ടായ തീരുമാനമാണ് നിങ്ങൾ തീരുമാനിച്ചത് എന്നൊക്കെ സഅദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അങ്ങനെ അവരെ കശാപ്പ് ചെയ്ത ശേഷം ആ യുദ്ധത്തിൽ വിജയിച്ച ശേഷം റസൂലുള്ളാഹി മദീനയിലേക്ക് വന്നിട്ട് താമസിക്കുന്ന വേളയിൽ നാം ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ അവകാശമാകുന്ന അവരുടെ റൂമിൽ, അവരുടെ കുടിലിൽ റസൂലുള്ളാഹി താമസിക്കുന്ന വേളയിൽ ആണ് ആയത്തിറങ്ങുന്നത് അബൂലുബാബയെക്കുറിച്ച്. ഇത് മഹദിയായ ഉമ്മു സലമ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടായിരുന്നു. എൻ്റെ റൂമിൽ വെച്ചിട്ട്, അറയിൽ വെച്ചിട്ട് ആയിരുന്നു അബൂലുബാബക്ക് തൗബ ഇറങ്ങിയത് എന്ന സംഭവം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാറുണ്ടായിരുന്നു. വാഖറൂന അതറഫു ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യിഅൻ അസല്ലാഹു അൻ യതൂബ അലൈഹിം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന ആയത്താണത്. ഈ ആയത്തിൻ്റെ വിശദാംശത്തിൽ മുഫസ്സിറുകൾ എന്നിട്ട് പലരും ഈ സംഭവം പറയുന്നതായിട്ട് കാണാം. പറഞ്ഞു വരുന്നത്, ഈ സംഭവം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്ന ശൈലി കണ്ടില്ലേ? ഈ
വിധികൾ, നിയമങ്ങൾ വരുമ്പോൾ ഇന്ന നിയമങ്ങളും ഇന്ന വിധികളൊക്കെ എൻ്റെ റൂമിൽ വെച്ചിട്ട് എൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് അള്ളാഹു ഇറക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അഭിമാനിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ നേതാക്കളായ സഹാബിയാത്തുകൾ എത്രമാത്രം നമുക്ക് പഠിക്കേണ്ട, നമ്മെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് വിവരം നൽകാൻ വേണ്ടി പാടുപെട്ടിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സംഭവം. അപ്പോൾ ഈ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവരുന്ന വേളയിൽ, റസൂലുള്ളാഹിക്ക് ഓതി കൊടുക്കുന്ന വേളയിൽ എൻ്റെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് റസൂലിനോട് ചോദിച്ചത്, റസൂലേ എന്താ നിങ്ങൾ പുഞ്ചിരി തൂങ്ങുന്നത്? പറഞ്ഞു, ഞാൻ പുഞ്ചിരി തൂങ്ങിയത് അബൂലുബാബക്ക് തൗബ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അബൂലുബാബ ശപഥം ചെയ്തു അള്ളാഹുവിനോട്, ഞാൻ എൻ്റെ ശരീരത്തെ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് ബന്ധനസ്ഥലാക്കിയതാണ്, കെട്ടിയതാണ് തൂണിൽ, നിസ്കാര സമയത്ത് ഒഴിവാക്കും എന്നിട്ട് വീണ്ടും കെട്ടും, അങ്ങനെയായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. അങ്ങനെ ഞാൻ ബന്ധനസ്ഥനാക്കിയപ്പോൾ മൂപ്പരുടെ തത്വം എന്താണ്? അദ്ദേഹം പ്രതിജ്ഞ ചെയ്തപ്പോൾ, ഞാൻ ഇതിൽ നിന്നിട്ട് ഒഴിവാകുന്നതല്ല, എനിക്കല്ല തൗബ ഇറക്കുന്നത് വരെ, എനിക്കല്ല മാഫി ചെയ്തു തരുന്നവരെ, ഞാൻ റസൂലുള്ള അയച്ചതായ ആ പ്രാതിനിധ്യം വഹിച്ചതിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു? വഞ്ചന ചെയ്തിരുന്നു. ആ വഞ്ചന എനിക്കല്ല പുറത്തു തന്നു എന്ന് എനിക്ക് വിവരം കിട്ടുന്നത് വരെ ഞാൻ എന്നെ ബന്ദ് ചെയ്യുമെന്ന് തീരുമാനിച്ചതാണെന്നാണ്. അങ്ങനെ മഹദിയായ ഉമ്മു സലമ റസൂലുള്ള പുഞ്ചിരി തൂകുന്ന കണ്ടപ്പോൾ, എന്തേ ദൂതരെ നിങ്ങൾ പുഞ്ചിരി തൂകിയതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, അബൂലുബാബക്ക് തൗബ ഇറങ്ങിയിരിക്കുകയാണ്, ഖുർആനിൻ്റെ ആയത്തിലൂടെ തൗബ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മഹദിയായ ഉമ്മു സലമ ചോദിക്കുന്നു, ഞാൻ സന്തോഷവാർത്ത നൽകട്ടെ, ഇൻ ശിഅ്തി, ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ പർദയുടെ ആയത്തിറങ്ങിയിട്ടില്ല, അടിവരയിടുക, പർദയുടെ ആയത്തിറങ്ങിയിട്ടില്ല. പർദയുടെ ആയത്തിറങ്ങാത്ത സമയമായതുകൊണ്ട് സ്ത്രീകൾ എന്തു ചെയ്യും? അവിടെ പുരുഷന്മാരോട് പോയിട്ട് സംഭവം പറഞ്ഞു കൊടുക്കാൻ അനുവദനീയമാണ് എന്നതുകൊണ്ടാണ് ഇൻഷിത്തി എന്ന് പറഞ്ഞത്. ഉടനെ തന്നെ മഹദിയായ ഉമ്മു സലമ അവരുടെ വീട്ടിൽ നിന്നിട്ട് ആ വീട്ടിൻ്റെ വിരി മാറ്റിയിട്ട് അവിടുന്ന് അബൂലുബാബയോട് പറഞ്ഞു, വളരെ അടുത്താണല്ലോ സംഗതി നിൽക്കുന്നത്, റസൂലുള്ളാഹിൻ്റെ വീടും ആ റസൂലുള്ളാഹിൻ്റെ പള്ളിയും തൊട്ടിട്ടാണ് സംഭവം. അപ്പോൾ ഒരാൾ അവിടുന്ന് ശബ്ദിച്ചാൽ കേൾക്കുകയും ചെയ്യും. അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ സഹാബാക്കൾ വാർത്ത കേട്ടു. സഹാബാക്കൾ ഓടി ചെന്നു അബൂലുബാബയുടെ അറസ്റ്റിൽ നിന്നിട്ട് അവരെ മോചിതനാക്കാൻ വേണ്ടി. അപ്പോൾ അബൂലുബാബ പറഞ്ഞു, ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്നെ ഒഴിവാക്കട്ടെ, നിങ്ങളാരും എൻ്റെ ഈ കെട്ട് പൊട്ടിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സംഭവം നടന്നത് മഹദിയായ ഉമ്മു സലമ അഭിമാനിക്കാറുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട് എന്ന് മുഫസ്സിറുകൾ പറയുന്നതായിട്ട് കാണാം. ഞാൻ ഓതിവെച്ചതായ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അത് വീട്ടിൽ വെച്ചിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് എന്ന ആയത്ത് നാം സാധാരണ കേൾക്കാറുണ്ടല്ലോ. നിങ്ങളിൽ നിന്നിട്ട് അല്ലയോ അഹ്ലു ബൈത്തെ, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ അഹ്ലു ബൈത്ത് എന്ന തങ്ങന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്ന് ഷിയാക്കൾ പറയുന്നതായ പഴച്ച തത്വത്തിന് വിപരീതമായിട്ട് ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശം നാം ഉൾക്കൊള്ളുന്ന തത്വമാണ് എന്ത്? അഹ്ലു ബൈത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ആര്? സയ്യിദ് കുടുംബം എന്ന് നാം പറയുന്ന ആ സയ്യിദ് കുടുംബത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ആര്? റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ എന്ന തത്വം. എന്തുകൊണ്ട്? ഈ ആയത്ത് ഇറങ്ങുന്നത് തന്നെ അവരെക്കുറിച്ചാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്, അഹ്ലു ബൈത്തെ, റസൂലുള്ളാഹിൻ്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്നിട്ട് അഴുക്കിനെ ദൂരപ്പെടുത്താൻ, നിങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ, നിങ്ങളെ ആത്മശുദ്ധീകരണം ഉള്ളവരാക്കി മാറ്റാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന ആയത്ത് അവരെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. അവരാണ് അതുകൊണ്ട് ആദ്യമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ആയത്തും ഉമ്മു സലമ പറയുന്നു, എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹിൻ്റെ ഓഹരിയുള്ള ദിവസം, അഥവാ റസൂൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദിവസത്തിലായിരുന്നു ഇറങ്ങിയതെന്ന് ഉമ്മു സലമ അഭിമാനിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മഹദിയായ ഉമ്മു സലമ, ഇതും കൂടി പറഞ്ഞ് നമുക്ക് മറ്റു സഹാബിയാത്തുകളിലേക്ക് നീങ്ങാം. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഞാൻ ഓതിവെച്ച ആയത്തിനെ കുറിച്ച് അസ്ബാബുകൾക്ക് കാരണക്കാരിയായിരുന്നു. അസ്ബാബുകൾ ചോദിച്ചു റസൂലിനോട്, റസൂലേ, എന്ത് ഖുർആനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പുരുഷന്മാർക്ക് തന്നെ എല്ലാ കാര്യം അല്ലാഹു പറയുന്നത്, സ്ത്രീകളെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് ആരാണ്? ഉമ്മു സലമയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ മുഴുവനും ഒന്നൊന്നായി, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത്. സ്ത്രീകൾ, പുരുഷന്മാർ, മുസ്ലിങ്ങളായ പുരുഷന്മാർ, മുസ്ലിമാത്തുകളായ സ്ത്രീകൾ, മുഅ്മിനീങ്ങളായ പുരുഷന്മാർ,
മുഅ്മിനാത്തുകളായ സ്ത്രീകൾ. അങ്ങനെ വെവ്വേറെ സ്ത്രീകളെ വേറെ, പുരുഷന്മാരെ വേറെ, സ്ത്രീകളെ വേറെ, പുരുഷന്മാരെ വേറെ, ഓരോ വിഷയത്തിൽ. അതുപോലെ തന്നെ വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി, നന്മകളിൽ മുഴുവനും അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. വസ്സാദിഖീന വസ്സാദിഖാത്തി, സാദിഖീൻ സത്യസന്ധരായി മാറുക, സാദിഖാത്ത് സത്യസന്ധരായ സ്ത്രീകളായി മാറുക, ക്ഷമ കൈകൊള്ളുന്നവരായി മാറുക, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുക. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി, ധർമ്മം ചെയ്യുന്നവരായി മാറുക, ധർമ്മം ചെയ്യുന്ന പുരുഷന്മാർ, ധർമ്മം ചെയ്യുന്ന സ്ത്രീകൾ വെവ്വേറെ. വസ്സായിമീന വസ്സായിമാത്തി, നോമ്പ് പിടിക്കുന്ന പുരുഷന്മാർ, നോമ്പ് പിടിക്കുന്ന സ്ത്രീകൾ. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യസ്ഥാനത്തെ, അഭിമാനത്തെ സംരക്ഷിക്കുന്ന പുരുഷന്മാർ, സംരക്ഷിക്കുന്ന സ്ത്രീകൾ. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലണമെന്ന് പറയുമ്പോൾ അവിടെയെല്ലാം പലപ്പോഴും പറയുന്ന ശൈലിയാണ് എന്ത്? കസീറൻ, അടിവരയിടുക. കസീറൻ, നാം ചുരുക്കം വരെ ദിക്ർ ചെല്ലാറില്ല. അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നവരെന്ന ശൈലിയാണ് അള്ളാഹു ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ എന്നൊരു സഹാബിയോട് റസൂൽ പറഞ്ഞ സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണത്? പല പല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹിലേക്ക് അടുക്കാൻ എല്ലാ സൽക്കർമ്മങ്ങളും എനിക്ക് വലിയ ഭാരമായി തോന്നാണ്, അതുകൊണ്ട് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് പറയുമ്പോൾ ഒരു സഹാബി ചോദിക്കുകയാണ് റസൂലിനോട്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്തതാണ് എന്ത്? ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി അള്ളാഹിനെ സ്മരിച്ച് നിന്റെ നാവ് നനഞ്ഞുകൊണ്ടേ ഇരിക്കുക, അതാണ് വേണ്ടത് എന്ന് പഠിപ്പിച്ചു. അതാണ് അള്ളാഹു പറയുന്നത് എന്ത്? വദ്ദാകിരീന അല്ലാഹ കസീറൻ, കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാർ. വദ്ദാകിറാത്ത്, കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകൾ. അങ്ങനെ ഈ അമൽ ചെയ്യുന്ന കാര്യത്തിൽ വെവ്വേറെ സ്ത്രീകളെ പുരുഷന്മാരെ വേർതിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമാ, ഈ പറഞ്ഞ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ പാപമോചനം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അജ്റൻ അദീമ, മഹാപ്രതിഫലം, അറ്റമില്ലാ പ്രതിഫലം, കൊലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഫലം അവർക്ക് അവിടെ ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന ശൈലിയിൽ അള്ളാഹ് സംസാരിച്ചത് സ്ത്രീകൾ പുരുഷന്മാർ വെവ്വേറെ പറഞ്ഞുകൊണ്ടാണ് എന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിധിവിലക്കുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നത് കേട്ട് സമാധാനിക്കാൻ വേണ്ടിയുള്ള ആ ചോദ്യം ചോദിച്ച് മുസ്ലിം ലോക സ്ത്രീകൾക്ക് സന്തോഷവാർത്ത നൽകാൻ കാരണക്കാരിയായ നേതാവാണ് നമ്മുടെ മഹദിയായ, നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ. സഹോദരന്മാരെ, സഹോദരികളെ, ഈ നമ്മുടെ നേതാക്കൾ, സ്ത്രീകളായ നമ്മുടെ നേതാക്കൾ, സഹാബിയാത്തുകൾ, അവരുടെ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം പുരുഷന്മാരിൽ നിന്നിട്ട് പലർക്കും അവരിൽ നിന്നിട്ടുള്ള ചെറിയ പേരും പ്രശസ്തിയും ഇല്ലാത്ത സഹാബിയാത്തിൻ്റെ ഗ്രേഡിലേക്ക് പോലും എത്താനുള്ള കൽപ്പില്ല എന്നതാണ്. കൽപ്പുണ്ടാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനമില്ല എന്നതുകൊണ്ട് അത് സംശയം അറ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ശൈലിയാണ്. അത്രയും നാം ബേക്കിലാണ്. ولو كان النساء كمن ذكرنا لفضلت النساء على الرجال فما التأنيث لاسم الشمس عيب ولا التذكير فخر للهلال എന്ന് കവി പാടിയിട്ടുണ്ടെങ്കിൽ പാടാൻ മാത്രം അർഹതയുള്ള പ്രത്യേകത നമ്മുടെ നേതാക്കളാകുന്ന ഈ സഹാബിയാത്തുകളിൽ നാം കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. സമയം കിട്ടുമെങ്കിൽ ക്ലാസിൻ്റെ സമാപനത്തിൽ ആ പദ്യത്തിൽ പറയുന്ന ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാം. എന്ത് ചെറിയതോ വലിയതോ ആയ അമലുകൾ റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ ചെയ്തിട്ട് പേരും പെരുമയും അള്ളാഹിന്റെ അടുക്കൽ ഉണ്ടാക്കിയെടുക്കണം എന്ന നിർബന്ധം അന്ന് ജീവിച്ചിരുന്നതായ സ്ത്രീകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സഹാബിയാത്തുകളിൽ അതിൽപ്പെട്ടതാണ് നമ്മുടെ നേതാവായ അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ്. മുൻപന്മാരിൽ, മുഹാജിറാത്തുകളിൽ മുൻപന്മാരിൽ, മക്കയിൽ വെച്ചിട്ട് പഴയ കാലഘട്ടത്തിൽ ഇസ്ലാം മതം വിശ്വസിക്കാനുള്ള ഭാഗ്യം കിട്ടിയവരിൽപ്പെട്ടവരാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടുകാരിയല്ലേ അവർ, പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശസ്ത ബുഖാരിയിലേക്കുള്ള ഭാഗമാണ്. അവർക്കൊരു സ്പെഷ്യൽ പേരുണ്ട്. എന്താണ് ആ പേര്? അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖിന് സ്പെഷ്യൽ പേര് ലഭിച്ചിട്ടുണ്ട് ഹിജ്റ സംഭവത്തിൽ. 2 നാടയുടെ ഉടമ, സമ്മാനം കൊടുക്കാൻ അർഹതയുള്ള മറുപടിയാണത്. 2 നാടയുടെ സ്വർഗീയ നാട പരലോകത്തിൽ അവർക്ക് ലഭിക്കും. ദാത്തുൻ നിതാഖൈൻ റസൂലുള്ളാഹി വെച്ച പേരാണ്. ദാത്തുൻ നിതാഖൈൻ,
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഒളിച്ചോടി മക്കയിൽ നിന്നിട്ട് മക്കക്കാരുടെ ആ പരാക്രമത്തിൽ നിന്നിട്ട് മോചിക്കാൻ, കൊല്ലാൻ പ്ലാനിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് അവർ ജബൽ സൗറിൻ്റെ മീതെ കയറിയ വർത്തമാനം 2.5 മണിക്കൂറാണ് അതിൻ്റെ മീതെ കയറാൻ വേണ്ടത്. ഇപ്പോൾ അതിൻ്റെ മീതെ കയറണമെങ്കിൽ 2.5 മണിക്കൂർ വേണ്ടി വരും. അങ്ങനെയുള്ള കുന്നിൻ്റെ മീതെ കയറാൻ വേണ്ടി പാടുപെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, പാനീയം എത്തിച്ചു കൊടുക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാം അവരോട് കൂടി ആരുണ്ട്? റസൂലുള്ളാഹിൻ്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളാകുന്ന അസ്മയുമുണ്ട്. ഏതുവരെ? ആ സൗർ ഗുഹ വരെയുണ്ട്. സൗർ ഗുഹയിൽ റസൂലുള്ളാഹി ഹിജ്റ വരാൻ വേണ്ടി ഒട്ടകത്തെ തയ്യാർ ചെയ്തുകൊണ്ട് അവിടെ ഒട്ടകത്തെ എത്തിക്കുന്ന സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു തആല അൻഹ അവിടെ ഒട്ടകത്തിൻ്റെ മീതെ കെട്ടേണ്ടതായ ഭക്ഷണങ്ങൾ, കെട്ടേണ്ടതായ ബാഗുകൾ, കെട്ടേണ്ടതായ അഫ്ഷുകൾ അതൊക്കെ കെട്ടിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു നാടയുടെ ആവശ്യം വന്നപ്പോൾ അവർ കെട്ടിയതായ അവരുടെ അരക്ക് കെട്ടുന്ന, അവരുടെ വസ്ത്രത്തിന് വേണ്ടി കെട്ടുന്ന നാടയെ അവർ പിച്ച് ചീന്തിയിട്ട് ഒരെണ്ണം അവർ അരയിൽ കെട്ടാനും അതിൻ്റെ മറ്റൊരു ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അഫ്ഷ്, അവരുടെ സാദ് കെട്ടാനും ഉപയോഗിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന സന്തോഷവാദിയാണ്. ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടപ്പറപ്പായിട്ട് അവരുടെ പ്രയാസത്തിൽ പങ്കാളിയായതായ ആ അസ്മാക്ക് നൽകുന്നതായ ഒരു സ്പെഷ്യൽ ഗ്രേഡാണ് ദാത്തുൻ നിതാഖൈൻ എന്നുള്ള പേര്. ആ പേരിൽ ഇന്ന് വരെ ലോകം അറിയപ്പെടുന്നു. അവരുടെ പേര് ഹദീസിൽ കയറിക്കൂടി ആ മഹാ ബഹുമതി, ആ മഹാപദവി ദാത്തുൻ നിതാഖൈൻ റളിയല്ലാഹു തആല അൻഹ. അതെ, മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ 100ഓളം വയസ്സ് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. 100ൽ പരം അവർ അതിനിടയിലുള്ളതായ സംഭവ വികാസങ്ങളൊക്കെ കാണാനും കണ്ട് അതിൽ പാഠം പഠിക്കാനും പഠിപ്പിക്കാനും ചാൻസ് കിട്ടിയവരും കൂടിയാണ് അസ്മ. കാരണം ആരാണ് അസ്മാൻ്റെ മകൻ? അസ്മാ റളിയല്ലാഹു തആല അൻഹ ഹിജ്റ വന്ന ശേഷം ആദ്യമായിട്ട് പ്രസവിച്ചത് ഏത് കുട്ടിയാണ്? അബ്ദുല്ലാഹിബ്നു സുബൈർ. ആരുടെ മകനാണ്? അസ്മാ ബിൻത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകനാണ്. മനസ്സിലായില്ലേ? അബ്ദുല്ലാഹിബ്നു സുബൈർ. ഈ അബ്ദുല്ലാഹിബ്നു സുബൈർ ഹിജ്റ റസൂലുള്ള വന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഹിജ്റ വന്നവരിൽ നിന്നിട്ട് പ്രസവിച്ചതായ കുട്ടിയാണ്. ആ കുട്ടിയുടെ ഉമ്മയാണ് ആര്? അസ്മാ റളിയല്ലാഹു തആല അൻഹ. അബ്ദുല്ലാഹിബ്നു സുബൈർ ഹിജാസിൻ്റെ ഖലീഫയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഈ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് ആരാണ്? സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ച 10 ആളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സുബൈർ ഇബ്നുൽ അവാം. നാം 10 ആളെ പേര് കേൾക്കാറുണ്ടല്ലോ. അതിൽ അവസാനത്തെ പേരാണ് സുബൈർ ഇബ്നുൽ അവാം. അവസാനത്തിലുള്ളവരുടെ പേരിൽ ഒരാളാണ് സുബൈർ ഇബ്നുൽ അവാം. ആ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയാണ് ഈ അസ്മാ. അവരിൽ നിന്നിട്ടാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ ഖലീഫയായ സന്ദർഭത്തിൽ ഹജ്ജാജ് ബിൻ യൂസുഫ് ആകുന്ന പരാക്രമി സഹാബാക്കളൊക്കെ വധിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ മക്കയിലേക്ക് കടന്നു വന്നതായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തൂക്കുമരത്തിലേക്ക് കയറ്റുകയും മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ വധിക്കുകയും ചെയ്തതായ സന്ദർഭങ്ങളൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയതായ റസൂലുള്ളാഹി മുൻകൂട്ടി വിവരം നൽകിയതായ ഇജാസിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിലും മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ പ്രയാസത്തിൻ്റെ മറ്റൊരു മുഖമാണ് അവിടെ സംഭവിച്ചത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആ സംഭവത്തിൻ്റെ വിശാലതയിലേക്കോ ആഴത്തിലേക്കോ ഞാനിപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സംഭവം കഴിഞ്ഞ ശേഷം ഈ യുവാവ്, ഈ ധീരയോദ്ധാവ് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലിട്ട് ഇറങ്ങുക എന്ന് അസ്മ അവിടെ നിന്ന് ചോദിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മുനാഫിഖിനെയാണോ എന്ന് ഹജ്ജാജിൻ്റെ മറുപടി. അപ്പോൾ അസ്മ പറയുന്നു, മുനാഫിഖല്ല അദ്ദേഹം സവ്വാമായിരുന്നു, ഖവ്വാമായിരുന്നു. രാത്രി മുഴുവനും നമസ്കരിക്കുന്ന, രാത്രിയിൽ ധാരാളമായി നമസ്കരിച്ചു കൂട്ടുന്ന, പകൽ ധാരാളമായി നോമ്പ് പിടിച്ചു കൂട്ടുന്ന മഹാ ആബിദായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മഹദിയായ അസ്മ മകനെക്കുറിച്ച് പറയുകയുണ്ടായി. നിങ്ങളുടെ ഹറഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അത്തുംബിത്തുമായ മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങളോട് ചർച്ചയില്ല, നിങ്ങളുടെ അത്തുമുത്തുമായിട്ട് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ മഹദിയായ അസ്മ ആ ഹജ്ജാജിനോട് പറയുകയുണ്ടായി, ഇവിടെ ഒരു കദ്ദാബും ഒരു മുബീറും ഈ സഖീഫ് ഗോത്രത്തിൽ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കദ്ദാബിനെ കണ്ടു, പക്ഷേ മുബീറിനെ കണ്ടിട്ടില്ല. നീയാണോ മുബീർ? മുബീർ എന്ന് പറഞ്ഞാൽ അനിസ്ലാമികമായിട്ട് ആൾക്കാരെ കൊല്ലുന്ന വ്യക്തി എന്ന അർത്ഥത്തിലേക്കാണ്. അങ്ങനെ ആ
പരാക്രമിയുടെ മുഖം നോക്കി ആ ധൈര്യത്തോടുകൂടി ഇത്തരം വാക്കുകൾ പറഞ്ഞതായ മഹാ നേതാവാണ് മഹദിയായ അസ്മ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, എത്രമാത്രം പ്രയാസങ്ങൾ അബ്ദുള്ളയെ പോലോത്തവരെ വാർത്തെടുക്കാൻ. അബ്ദുള്ള റളിയല്ലാഹു തആല അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ നാം കാണുന്നതായ കഅബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ ഇബ്രാഹിമിൻ്റെ കഅബം പോലെ കെട്ടിയ വ്യക്തിയാണ്. ഇബ്രാഹിമിൻ്റെ കഅബം അങ്ങനെയാണ്, 2 വാതിലുള്ള കഅബമാണ്. വാതിൽ താഴെ നിന്നാണ്, മീതെ നിന്നല്ല. ഇപ്പോൾ കാണുന്നത് പോലെ മീതെ നിന്നല്ല. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കെട്ടാൻ പൂതിയുണ്ടായിരുന്നു. ആയിഷയോട് റസൂലുള്ള പറയുകയും ചെയ്തു, നിന്റെ സമൂഹത്തിന് അങ്ങനെ സാധിക്കുമെങ്കിൽ ചെയ്യുന്നവർ ചെയ്തോട്ടെ, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പുതിയ മതവുമായി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരെന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആ ആക്ഷേപത്തിൻ്റെ ചൂട് തണുത്തിട്ടില്ല, അത് ആറിയിട്ടില്ല. ആ സന്ദർഭത്തിൽ ഞാൻ ആ കഅബയും കൂടി തകർത്തുകയാണെങ്കിൽ നമ്മുടെ പുരാവസ്തുവായ ഈ കഅബയെയും മുഹമ്മദ് തകർത്തിയല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ തകർത്തിയിട്ട് ഇബ്രാഹിമിൻ്റെ കഅബം പോലെ കഅബയെ കെട്ടാത്തത്. പക്ഷേ ലൗല അന്ന ഖൗമി ഹദീസു അഹ്ദിൻ ബിൽ ജാഹിലിയ്യ എന്ന് റസൂലുള്ളാഹി പറയുന്നതായിട്ട് മുസ്ലിമിൽ പൊടിച്ച ഹദീസിൽ കാണാം. എൻ്റെ ഖൗമ് ജാഹിലിയത്തിനോട് അടുത്ത് വിട വാങ്ങിയവരായതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ കഅബയെ തകർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിന്റെ ഖൗം ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ് റസൂൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഥവാ എൻ്റെ മരണത്തിന് ശേഷം ആയിഷ എൻ്റെ ഉമ്മത്തുകളിലിട്ട് ആരെങ്കിലും ഈ കഅബയെ ഇബ്രാഹിമിൻ്റെ കഅബം പോലെ കെട്ടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം എന്ന ആ തത്വം സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ട വ്യക്തിയായിരുന്നു ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്രാഹിമിൻ്റെ കഅബ പോലെ കഅബത്തിനെ കെട്ടിയ വ്യക്തിയായിരുന്നു. പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ത് ചെയ്തു? അതിനെ തകർത്തിയിട്ട് മക്ക കാഫിരീങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന രൂപത്തിൽ തന്നെ മടക്കി കെട്ടുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടം വന്നപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് തകർത്തി കെട്ടിയതുപോലെ ഇനിയും ആരും തകർത്തി കെട്ടാതിരിക്കാൻ വേണ്ടി രാജാക്കന്മാർക്ക് പന്താടാനുള്ളതല്ല കഅബം, അതവിടെ ഇരുന്നോട്ടെ, അതിൽ വല്ല റിപ്പയറൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നല്ലാതെ അത് പൊളിക്കാനും പൊളിച്ച് കെട്ടാനൊക്കെ പോകുന്ന തത്വം അത് പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാനായ മദീനയിലെ അന്നത്തെ ഖാദിയും അന്നത്തെ ഖതീബും അന്നത്തെ മുഫ്തിയും അന്നത്തെ ജഡ്ജിയും അന്നത്തെ എല്ലാമായിരുന്ന ഇമാം ദാറുൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായ മദീനവാസിയായ അൽ ഇമാം മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയുള്ള ഒരു വാക്ക് പറഞ്ഞതോടുകൂടി അതിനുശേഷം രാജാക്കന്മാരാരും തന്നെ കഅബയെ പൊളിച്ചിട്ടില്ല. റിപ്പയർ ചെയ്തവർ ഓരോ കാലഘട്ടത്തിൽ റിപ്പയർ ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ റിപ്പയർ ചെയ്തതായ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. ഖാദിമുൽ ഹറമൈൻ ഷരീഫീൻ മലിക് ഫഹദ് ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തതായ പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ തർമീം നടത്തുകയോ ചെയ്തതായ ഒരു ശൈലിയാണ് ഇപ്പോൾ കാണുന്നതായ രൂപം. നമ്മുടെ നേതാവായ അസ്മാ ബിൻത് ഉമൈസ് സഹാബിയാത്തുകളിൽ അതിസുന്ദരിയായിരുന്നു. സഹാബിയാത്തുകളിൽ അതിസുന്ദരിയായിട്ട് അറിയപ്പെട്ടവരായിരുന്നു. അവരെ ആദ്യം കല്യാണം കഴിച്ചത് ജഅഫർ ഇബ്നു അബി താലിബാണ്. ജഅഫർ ഇബ്നു അബി താലിബ് കല്യാണം കഴിച്ചപ്പോൾ ഉസ്മാനും കൂട്ടി എവിടേക്ക് പോയി? എത്യോപ്യയിലേക്ക് പോയി. എത്യോപ്യയിൽ വെച്ചിട്ട് 1, 2, 3 കുട്ടികൾ ജഅഫർ ഇബ്നു അബി താലിബിന് അവിടെ വെച്ചിട്ട് ചർച്ച അനുസരിച്ചിട്ട് ജനിച്ചു. ആരിലൂടെ? അസ്മാ ബിൻത് ഉമൈസിലൂടെ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ജഅഫർ ഇബ്നു അബി താലിബ് ഖൈബർ യുദ്ധം സമാപിച്ചപ്പോൾ ഞാൻ എന്തിൽ സന്തോഷിക്കണം? ഖൈബർ വിജയത്തിലാണോ അല്ല ജാഫറിൻ്റെ വരവേൽപ്പിലാണോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഖൈബർ യുദ്ധം പറഞ്ഞപ്പോൾ ഖൈബർ യുദ്ധം വിജയിച്ചതിലാണോ അല്ല ജാഫറിൻ്റെ വരവേൽപ്പിലാണോ? അപ്പോൾ ജാഫർ വരുന്നത് ആ സന്ദർഭത്തിലാണ്. മനസ്സിലായില്ലേ? കുറേ വർഷങ്ങൾ വിട്ടുകടന്നു. ആ കാലഘട്ടം മുഴുവനും എത്യോപ്യയിൽ താമസിച്ചുകൊണ്ട് അവിടെയുള്ളതായ ജനങ്ങൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു ആര്? മഹാനായ ജാഫർ. ശ്രദ്ധിക്കുക, നേതാവാകുന്ന ജാഫർ അവിടെ 8ഓളം വർഷങ്ങൾ ദഅവത്ത് നടത്തുമ്പോൾ ആ ദഅവത്തിന് കൂട്ടാളിയായി ജീവിച്ച വ്യക്തിയാണ് ആര്? അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ എന്നർത്ഥം. എന്നിട്ട് അവർ മടങ്ങി വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബോ മറ്റോ പറയുകയുണ്ടായി, എന്ത് നിങ്ങൾക്കൊക്കെ ഹിജ്റ കിട്ടിയില്ല ഞങ്ങളെപ്പോലെ, നിങ്ങൾക്ക് അഥവാ കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഒരു ഹിജ്റയാണ് ലഭിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ ലക്കും ഹിജ്റതാൻ, നിങ്ങൾക്ക് 2 ഹിജ്റ ലഭിച്ചു, നിങ്ങൾക്ക് എത്യോപ്യയിലേക്ക് ഹിജ്റ പോവുക എന്ന ഭാഗ്യം ലഭിച്ചു, മദീനയിലേക്ക് വരാൻ സാധിക്കുക എന്ന ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീര്യം പൊക്കാൻ, അവരെ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ ആ ആവേശം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത് മഹദിയായ അസ്മാ
ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ കാരണത്തിലാണ്. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ മുസ്ലിം ലോകത്തിന് ഒരു മഹാപാഠം അവരിലൂടെ നാം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ആരെങ്കിലും പുരുഷന്മാർ മരിച്ചാൽ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? മയ്യത്ത് കുളിപ്പിക്കാൻ പാടുള്ളതല്ല. വാപ്പാക്ക് വരെ പാടുള്ളതല്ല മക്കളെ മയ്യത്ത് കുളിപ്പിക്കാൻ. ആർക്കേ പാടുള്ളൂ? ഭർത്താവിനെ പാടുള്ളൂ. ഈ ഭർത്താവിന് പാടുണ്ട് എന്നുള്ള വിധി എവിടുന്ന് ലഭിച്ചു? അസ്മാ ബിൻത് ഉമൈസിനോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് വസിയത്ത് ചെയ്തു, ഞാൻ വഫാത്തായാൽ എൻ്റെ ജനാസയെ അസ്മാ ബിൻത് ഉമൈസ് കുളിപ്പിക്കട്ടെ. കാരണം അസ്മാ ബിൻത് ഉമൈസ് ജഅഫർ ഇബ്നു അബി താലിബ് മൂത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ ശേഷം പിന്നെ കല്യാണം കഴിച്ചത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. അപ്പോൾ ആരാണ് അബൂബക്കർ സിദ്ദീഖ് മരിക്കുമ്പോൾ? അസ്മാ ബിൻത് ഉമൈസ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ മഹദിയായ അസ്മാ ബിൻത് ഉമൈസ് ആണ് ആരെ കുളിപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത്. അപ്പോൾ ഒരു പുരുഷൻ്റെ മയ്യത്ത് അവൻ്റെ ഭാര്യയ്ക്ക് കുളിപ്പിക്കാമെന്ന വിധി അവിടുന്നാണ് ഉമ്മത്ത് മുഹമ്മദ് പഠിച്ചതും മനസ്സിലാക്കിയതും. ശേഷം അസ്മാ ബിൻത് ഉമൈസിനെ കല്യാണം കഴിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് വഫാത്തായ ശേഷം ആരാണ്? അപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവ് വഫാത്തായി കഴിഞ്ഞാൽ ആ സ്ത്രീ ഹൈലിരിക്കുന്നവളാണെങ്കിൽ ആ സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ, അവൾക്ക് ഭർത്താക്കന്മാരെ ലഭിക്കുകയാണെങ്കിൽ ആ ഭർത്താക്കന്മാരെ അവൾ സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അവരെ സ്വീകരിക്കണം എന്നതിലേക്കും നമ്മുടെ നേതാക്കൾ പഠിപ്പിക്കുന്ന പാഠത്തിൽപ്പെട്ടതാണ് ഈ ഭാഗം. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് വഫാത്തായ ശേഷം മഹാനായ അലി ഇബ്നു അബി താലിബാണ് ഈ സുന്ദരിയായ അസ്മാ ബിൻത് ഉമൈസിനെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ മഹാനായ അലി ഇബ്നു അബി താലിബ് കല്യാണം കഴിച്ച സന്ദർഭത്തിൽ അവരുടെ അഥവാ അസ്മാഇൻ്റെ കസ്റ്റഡിയിലുള്ളതായ 2 മുഹമ്മദന്മാർ അങ്ങുമിങ്ങും വക്കാണം കൂടി കുട്ടികൾ ഒന്ന് മുഹമ്മദ് ഇബ്നു അബൂബക്കർ, മറ്റൊന്ന് മുഹമ്മദ് ഇബ്നു ജാഫറിൻ്റെ മകൻ മുഹമ്മദും അബൂബക്കറിൻ്റെ മകൻ മുഹമ്മദും. 2 കുട്ടികളും വക്കാണം കൂടാണ്. ചെറിയ പ്രായത്തിൽ ഞാനും എൻ്റെ വാപ്പയാണ് നിങ്ങളെ വാപ്പയേക്കാളും ഉത്തമൻ, മറ്റാൾ പറയുന്നു എൻ്റെ വാപ്പയാണ് നിങ്ങളെ വാപ്പയേക്കാളും ഉത്തമൻ എന്ന്. അങ്ങനെ 2 കുട്ടികളും കുട്ടിപ്രായത്തിൽ അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ അലി ഇബ്നു അബി താലിബിൻ്റെ മക്കളല്ല അവരൊക്കെ മറ്റു മുമ്പത്തെ 2 ഭർത്താക്കന്മാരുടെ മക്കളാണ്. അതുകൊണ്ട് ഈ അസ്മാൻ്റെ സദസ്സിലേക്ക് ഈ കേസുമായിട്ട് 2 കുട്ടികൾ ഇങ്ങോട്ട് പോയിട്ട് അലി ഹാജരാക്കി. ഇവർക്ക് വിധി നീ തന്നെ തീരുമാനിക്കണം. ഇത് ഇബ്നു അബി മുലൈക്കയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദീസ് സഹിയാണ്. ഷാബിയൊക്കെ റിപ്പോർട്ട് ചെയ്യാണ്. ഹദീസ് സഹിയാണ്. അങ്ങനെ വിധിക്കാൻ വേണ്ടിയിട്ട് അലി ആവശ്യപ്പെട്ട ആരോട്? ഭാര്യയോട്. ആരാണ് ഭാര്യ? അസ്മാ ബിൻത് ഉമൈസിനോട്. ഇവർ പറയുന്ന ഈ കേസിൽ നീ വിധി നൽകണം. അപ്പോൾ മഹദിയായ അസ്മാ ബിൻത് ഉമൈസ് പറഞ്ഞു, ജഅഫർ ഇബ്നു അബി താലിബിനെ പോലത്തെ ഷാബിനെ ഞാൻ കണ്ടിട്ടില്ല, അബൂബക്കർ സിദ്ദീഖിനെ പോലത്തെ കഹ്ലിനെയും ഞാൻ കണ്ടിട്ടില്ല. ഷാബ് എന്ന് പറഞ്ഞാൽ യുവാവ് എന്ന് പറഞ്ഞാൽ 40 വയസ്സ് വരെയുള്ള സന്ദർഭത്തിൽ പറയുന്ന പദമാണ് യുവാവ്. കഹ്ൽ എന്ന് പറഞ്ഞാൽ 40-ന് ശേഷമുള്ളതായ വയസ്സിൽ ജീവിക്കുന്ന സന്ദർഭത്തിലുള്ളതായ പേരാണ് അറബി ഭാഷയിൽ കഹ്ൽ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ളതായ കഹ്ലിനെയും ഞാൻ കണ്ടിട്ടില്ല, ജഅഫർ ഇബ്നു അബി താലിബിനെ പോലെയുള്ളതായ യുവാവിനെയും ഞാൻ കണ്ടിട്ടില്ല. 2 സമാധാനിപ്പിക്കൽ വന്നു. അപ്പോൾ അലി ചോദിച്ചു, നമ്മൾക്ക് എന്താണ് പിന്നെ എന്ന്? അലി പുറത്തായല്ലോ എന്ന് അലി ഇബ്നു അബി താലിബ് ചോദിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, 1-2 സംഭവം പറഞ്ഞു നിർത്താം അല്ലേ? അബൂലഹബിൻ്റെ മകൾ ദുർറ ബിൻത് അബീ ലഹബ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്. അല്ലാഹു അങ്ങനെയാണ്, മരിച്ചവരിൽ നിന്നിട്ട് ജീവിക്കുന്നതിനെ പുറത്തിറക്കും. അവൾ മരണപ്പെട്ട ശിർക്ക് പേറി ജീവിച്ച അബൂലഹബിൻ്റെ പെരടിയിൽ നിന്നിട്ടാണ് ജീവിക്കുന്ന പ്രകാശമാകുന്ന ദുർറ പുറപ്പെട്ടത്. ആ ദുർറ മുൻപന്മാരിൽപ്പെട്ടവരുമാണ്, മുഹാജിറാത്തുകളിൽപ്പെട്ടവരാണ്. ദുർറ ബിൻത് അബീ ലഹബ് അവർ മുസ്ലിമത്തായി, മുഹാജിറത്തായി, എന്നിട്ട് മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ ഖുർആനിൽ അല്ലാഹ് ഹതബുന്നാർ എന്ന് പറയുന്ന അബൂലഹബിൻ്റെ മകളോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിയോട് പോയി പറയുകയുണ്ടായി, ജനങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയുകയാണ്, ഹതബുന്നാർ എന്ന് ഖുർആനിൽ അല്ലാഹ് ആക്ഷേപിച്ചതായ വ്യക്തിയുടെ മകളാണല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില റിപ്പോർട്ടുകളിൽ ഖുതുബ ഓതാൻ വേണ്ടി, പ്രസംഗിക്കാൻ വേണ്ടി കയറി നിന്നുകൊണ്ട് ജനങ്ങൾ എന്നെ ദ്രോഹിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ എന്നെ ദ്രോഹിക്കുകയാണ്, എൻ്റെ കുടുംബത്തിലൂടെ എൻ്റെ കുടുംബ മെമ്പർമാരെ ആക്ഷേപിച്ചുകൊണ്ട് ദ്രോഹിക്കുകയാണ്, അത് എനിക്കുള്ള ദ്രോഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളവരെ മരണപ്പെട്ടവർ കാരണത്താൽ ആക്ഷേപിക്കപ്പെടുകയില്ല, മരണപ്പെട്ട
മരണപ്പെട്ടവർ മരിച്ചുപോയി, അവർ ചെയ്ത തെറ്റിനെ ജീവിച്ചിട്ടുള്ളവരെ അതിൽ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. പറഞ്ഞു വരുന്നത് ഹസനാക്കിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഈ സംഭവത്തെ. ഇത് ദുർറ ബിൻത് അബീ ലഹബിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നിട്ട് തുറിച്ച് കാണുന്ന ഭാഗമാണ്. അങ്ങനെ നമ്മുടെ നേതാക്കളുടെ ജീവിതത്തിലൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം രൂപത്തിൽ തുറിച്ച് കാണുന്ന രൂപത്തിൽ പങ്കുവഹിക്കണം ഈ മതത്തിന് വേണ്ടി എന്നത് പരിശ്രമിച്ച് ജീവിക്കുകയായിരുന്നു അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മനക്കെട്ട പ്രയാസപ്പെട്ട കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഏത് ഗ്രന്ഥം പരിശോധിക്കണം? കാരണം ഗ്രന്ഥങ്ങളുടെ എണ്ണം പെരുത്ത് കാണുകയാണ്. വെറും സ്ത്രീകളെ മാത്രം എണ്ണുന്നതായ ഗ്രന്ഥങ്ങളുണ്ട്. സ്ത്രീകളുടെ ചരിത്രങ്ങൾ മാത്രം, സഹാബിയാത്തുകളുടെ ചരിത്രങ്ങൾ മാത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നമ്മുടെ നേതാക്കളുടെ കഥകൾ മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ ആ ചരിത്രങ്ങൾ സ്ത്രീകരിക്കപ്പെടാൻ മാത്രമുള്ളതായ വിശാലമായ ജീവിത രീതി ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചവരായിരുന്നു നമ്മുടെ നേതാക്കളായ സഹാബിയാത്തുകൾ. ഏതുപോലെ നമ്മുടെ നേതാക്കളായ സഹാബാക്കളെ പോലെ തന്നെ എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒലൗകാനൻ നിസാഉ കമൻ ദകർന, ഇങ്ങനെയുള്ള രൂപത്തിലുള്ളവരാണ് സ്ത്രീകളെങ്കിൽ ലഫുദ്ദിലത്തിൻ നിസാഉ അലർ റിജാലി, പുരുഷന്മാരെക്കാൾ സ്ത്രീകളെ ആദരിക്കപ്പെട്ടിരുന്നേനെ, ബഹുമാനിക്കപ്പെട്ടിരുന്നേനെ. ഇതുകൊണ്ട് സൂര്യൻ എന്ന ആ വിശാലമായ പ്രകാശമുള്ള സൂര്യനെ അറബി ഭാഷയിൽ സ്ത്രീലിംഗം കൊണ്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അതിന് വല്ല സ്ഥാനത്തിൻ്റെ കോട്ടമുണ്ടോ? സൂര്യന് പുല്ലിംഗം കൊണ്ട് പറഞ്ഞാലും സ്ത്രീലിംഗം കൊണ്ട് പറഞ്ഞാലും സൂര്യൻ തന്നെ അല്ലേ? അതുപോലെ തന്നെ ഹിലാലി, ചന്ദ്രനുണ്ടല്ലോ, ചന്ദ്രനെ അറബി ഭാഷയിൽ ഒശംസു തജ്രി എന്ന് പറയാം. ഒശംസു തജ്രി, യജ്രി എന്നല്ല, സ്ത്രീലിംഗമായിട്ടാണ് സൂര്യൻ ഉപയോഗിക്കുക അറബി ഭാഷയിൽ. ഒൽ ഖമറ ഖദ്ദർനാഹ എന്നല്ല, ഒൽ ഖമറ ഖദ്ദർനാഹു എന്നാണ്, പുരുഷനായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഖമറിന്, ചന്ദ്രന് എന്തില്ല, ബഹുമതിയുമില്ല സൂര്യനേക്കാൾ. അതിനെ പുരുഷലിംഗം കൊണ്ട് ഉപയോഗിച്ചത് കൊണ്ട്, അതുപോലെ തന്നെ സ്ത്രീലിംഗം കൊണ്ട് സൂര്യനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് സ്ഥാനം കുറവുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പുരുഷന്മാരെന്ന് ഇന്ന് ജീവിക്കുന്നവരിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവർ പുരുഷന്മാരെന്ന് പറയാൻ അർഹതയുള്ളവരാണോ യഥാർത്ഥത്തിൽ? അതിനേക്കാളും അർഹതയുള്ളവരാണ് യഥാർത്ഥത്തിൽ പണ്ട് ജീവിച്ചവരായ ധാരാളം സഹാബിയാത്തുകൾ, ധാരാളം മുമ്പന്മാരായ നമ്മുടെ നേതാക്കളായ സ്ത്രീകൾ എന്നത് അതിൽ കൂടി പഠിക്കാൻ പറ്റുന്നതായ ഒരു മഹാപാഠമാണ്. പക്ഷേ നമുക്ക് അള്ളാഹു നമ്മെ നിർത്തിയതായ ആ സ്ഥലത്ത് പുരുഷന്മാർ നിൽക്കേണ്ട സ്ഥലത്ത് പുരുഷന്മാർ, സ്ത്രീകൾ നിൽക്കേണ്ട സ്ഥലത്ത് സ്ത്രീകൾ നിൽക്കുകയാണെങ്കിൽ ആജിമാരോടെല്ലാം ഉംറക്കാരോടെല്ലാം പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ഒരു കറുത്ത പെണ്ണിൻ്റെ കഥ. ആ പെണ്ണ് ലോകത്തിന് പഠിപ്പിച്ച പാഠം, നീണ്ട കറുത്ത പെണ്ണ്. ആ പെണ്ണ് എവിടുന്ന് വന്നവളാണെന്നറിയാമോ? ഹബ്സീനയിൽ നിന്നിട്ട് വന്ന ആളാണ്. സുഫർ എന്നാണ് അവരുടെ പേര്, അല്ലെങ്കിൽ ഉമ്മു സുഫറിൽ ഹബഷിയ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ട് പറയുകയുണ്ടായി. എന്ത് അവരുടെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി വഫാത്ത് ആയതിൻ്റെ ശേഷം എത്രയോ കാലം അവർ ജീവിച്ചു. കാണുന്നവരെല്ലാം പറയും അതാ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണതാണ്. അപ്പോൾ അവരുടെ അഡ്രസ്സ് അതാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണ്. റസൂലുള്ളാഹി അങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണ്. മനസ്സിലായില്ലേ? സ്വർഗ വാഗ്ദാനം ലഭിച്ച പെണ്ണ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന മദീനത്ത്, നാം ഇരിക്കുന്ന നാട്ടിലൊക്കെ ജീവിച്ചവരാണ്. ഈ സ്ഥലത്തൊക്കെ നടന്നവരായിരിക്കും അവർ, നമുക്കറിയില്ലല്ലോ ഇവിടെ വന്നോ ഇല്ലെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഉമ്മു സഫർ എന്ന് പറയുന്ന ആ സഹോദരി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് അപസ്മാര രോഗമാണ്, എൻ്റെ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂൽ ചോദിച്ചു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും, സ്വർഗം ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗം മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, എന്നാ സ്വർഗമാണ് വേണ്ടത്, ഞാൻ ക്ഷമിക്കാം, ഞാൻ ഇതുവരെ ക്ഷമിച്ചതുപോലെ ബാക്കി ജീവിതത്തിൽ ക്ഷമിച്ചോളാം, ആ രോഗം അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ, മനസ്സിലായില്ലേ, ഞാൻ ക്ഷമകൊള്ളാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹോദരി ആവശ്യപ്പെട്ട ആവശ്യം നമ്മുടെ സഹോദരിമാർക്ക് പാഠമാണ്. ഇന്നത്തെ യുഗം പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ട് മാർച്ചിങ് നടത്തുന്ന യുഗമാണ്. പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ട് പുരുഷന്മാരുമായി ഇടകലർന്നിട്ട് ജീവിക്കുന്നവരുമുണ്ട്. പുരുഷന്മാരെ ഇടകലരാതെ പുരുഷന്മാരെക്കാളും ശബ്ദം പൊക്കി സത്യാഗ്രഹം നടത്തുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, അറിഞ്ഞിട്ടും അറിയാതെയും. അള്ളാഹു അവർക്ക് ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവരോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ സ്ത്രീകൾ അള്ളാഹ് നിർത്തിയ, റസൂൽ നിർത്തിയ, ഇസ്ലാം നിർത്തിയ, ഖുർആൻ നിർത്തിയ സ്ഥലത്ത് നിന്നാൽ മതി, അവിടുന്ന് അപ്പുറം വിട്ട് കിടക്കണ്ട.
മഹദിയായ ആ ഉമ്മു സഫർ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതെന്താണ്? ഞാൻ അപസ്മാരോഗം പിടിപെട്ടുകൊണ്ട് നിലം പതിക്കുമ്പോൾ അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്തതായ ഭാഗങ്ങൾ എന്നിൽ നിന്നിട്ട് പ്രകടമാവാതിരിക്കണം. അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്ത, അവർ കറുത്ത പെണ്ണാണ്, ഇനി അവർ പർദ്ദ ധരിച്ചിട്ടില്ലെങ്കിൽ തന്നെ ജനങ്ങൾ നോക്കിക്കൊള്ളണമെന്നില്ല, അവർ അബിസീനിയക്കാരിയാണ്, എങ്കിലും അവരുടെ ചോദ്യം കണ്ടില്ലേ, അവരുടെ ആവശ്യം കണ്ടില്ലേ, അള്ളാഹിനോട് ഇത് പ്രാർത്ഥിക്കണം. എന്ത്? എനിക്ക് അപസ്മാരോഗം പിടിപെട്ട് നിലം പതിക്കുമ്പോൾ എൻ്റെ ഔറത്ത് പ്രകടമാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും നിർബന്ധം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി കേൾക്കുമ്പോൾ അവരുടെ ജീവിതം പഠിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി പാടുപെട്ടില്ലെങ്കിൽ അവരുടെ ബാക്കിൽ കൂടാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധിക്കുകയില്ല എന്നത് നാം ഉറപ്പാക്കണം. അപ്പോൾ അവരുടെ ബാക്കിൽ കൂടാനുള്ള മഹാഭാഗ്യം ലഭിക്കാനുള്ളതായ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് അവരുടെ ജീവിതം നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മുടെ നേതാക്കളുടെ കഥകൾ പറഞ്ഞപ്പോൾ പഠിപ്പിച്ച ശൈലി എന്ത്? ഫഖുസ്സിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. ചരിത്രം നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവർ ചിന്തിക്കട്ടെ, അവർ ഗ്രഹിക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്നത്. അപ്പോൾ നാം ഇതുവരെ പറഞ്ഞ ഏതാനും ചില നേതാക്കളുടെ ചരിത്രം മാത്രമേ നാം പറഞ്ഞിട്ടുള്ളൂ. അതും ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ നാം പറഞ്ഞിട്ടുള്ളൂ. ആ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല ഭാഗങ്ങൾ അവരുടെ ജീവിതത്തോട് ഘടിപ്പിച്ചിട്ട് നമുക്ക് കെട്ടിപ്പടുത്തണം. പെടുത്തിയാലേ തീരൂ. അവർ ജീവിച്ച ജീവിതം നമ്മുടെ ജീവിതമായിട്ടില്ല ഇതുവരെ, അതിനുള്ള പരിശ്രമം നമ്മൾ നിന്നിട്ട് ഉടലെടുക്കണം എന്ന നിർബന്ധം നമുക്കുണ്ടാവണം. അതാണ് നാം ചരിത്രം കേൾക്കുമ്പോൾ നിർബന്ധമായി പഠിക്കേണ്ടതായ ഭാഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ നമുക്ക് പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തിയിട്ട് പുരുഷന്മാരെ അള്ളാഹു നിർത്തിയ സ്ഥലത്ത് പുരുഷന്മാർ, സ്ത്രീകൾ അള്ളാഹു നിർത്തിയ സ്ഥലത്ത് സ്ത്രീകൾ, അഥവാ അവരവർക്കുള്ള ബാധ്യതകൾ ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിച്ച് അവരവരുടെ ബാധ്യതകൾ നിർവഹിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തതായ നാടുകളിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങളിൽ നിന്നിട്ടും അപ്രകാരം തന്നെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പരീക്ഷണങ്ങളിൽ നിന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് മടങ്ങലിലൂടെ മോചനം നേടാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ നാദ. അപ്രകാരം തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട പല സഹോദരന്മാരും സഹോദരികളുമുണ്ട്. അവർക്കെല്ലാം അവരുടെ എല്ലാ പ്രയാസങ്ങൾ ദൂരപ്പെടുത്തി കൊടുക്കണേ രക്ഷിതാവേ. അവരുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്തി കൊടുക്കണേ രക്ഷിതാവേ. പലരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ. അവരുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ രക്ഷിതാവേ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകളെ നൽകണേ രക്ഷിതാവേ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണേ രക്ഷിതാവേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة وحكام بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدميره يا حي يا قيوم. اللهم يا حي يا قيوم برحمتك نستغيث ومن عذابك نستجير. لا إله إلا أنت سبحانك لك الحمد ولك الملك وحدك لا شريك لك. أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. فاغفر لنا ذنوبنا كلها عامة ووفقنا لطاعتك واقض عنا ديوننا وأغننا من الفقر وبارك لنا فيما أعطيتنا وقنا واصرف عنا ربنا شر ما قضيت. يا حي يا قيوم برحمتك نستغيث ومن عذابك نستجير. لا إله إلا أنت سبحانك لك الحمد ولك الملك وحدك لا شريك لك. وسبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.